നമസ്കാരം. PRS ലോൺ മാനേജ്മെന്റിന്റെ ബാങ്ക് മൊഡ്യൂളാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഇതിനായി supplyco-paddy.in എന്ന പോർട്ടൽ എടുത്ത് ബാങ്ക് ബ്രാഞ്ചിന്റെ യൂസർ നെയിം, പാസ്വേഡ്, ബാങ്ക് ബ്രാഞ്ച് എന്നിവ നൽകി ലോഗിൻ ചെയ്യുക. കർഷകന്റെ നിലവിലെ PRSലെ അക്കൗണ്ട് ഡീറ്റെയിൽസ് വ്യത്യാസമുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് ആവശ്യമുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്ത് നൽകാവുന്നതാണ്. PRSലെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുവാനുള്ള ഫെസിലിറ്റി പാഡി ഓഫീസിനോടൊപ്പം ബാങ്കുകൾക്കും നൽകിയിരിക്കുകയാണ്. എങ്കിലും PRSൽ കർഷകന്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്ന അക്കൗണ്ട് ഡീറ്റെയിൽസിന്റെ ആധികാരികത ഉറപ്പുവരുത്തേണ്ടതാണ്. അങ്ങനെ കർഷകന്റെ PRSൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്ത് EPRS ജനറേറ്റ് ചെയ്ത് നൽകുവാൻ ബാങ്കുകൾക്ക് കഴിയുന്നതാണ്. കർഷകന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് അഥവാ എഡിറ്റ് ചെയ്യുന്നതിനായി ഫാർമർ അക്കൗണ്ട് എഡിറ്റ് എന്ന ഓപ്ഷൻ നൽകി അതിൽ ഫാർമറിന്റെ രജിസ്ട്രേഷൻ നമ്പർ നൽകുക. അഥവാ ഫാർമറിന്റെ രജിസ്ട്രേഷൻ നമ്പർ അറിയാത്ത സാഹചര്യമാണെങ്കിൽ ഫാർമറിന്റെ ജില്ല, കൃഷിഭവൻ പോലുള്ള വിവരങ്ങൾ നൽകിയതിനു ശേഷം ഫാർമറിനെ കണ്ടുപിടിക്കാവുന്നതാണ്. ഫാർമറിനെ കൃത്യമായി കണ്ടുപിടിച്ചതിനു ശേഷം ഫാർമർ ഡീറ്റെയിൽസിൽ കാണുന്ന എഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. കർഷകന്റെ നിലവിലുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണാവുന്നതാണ്. കർഷകന് അപ്ഡേറ്റ് ചെയ്യേണ്ട ബാങ്കിന്റെ പേര്, ബ്രാഞ്ചിന്റെ പേര്, അക്കൗണ്ട് നമ്പർ എന്നിവ മാത്രം നൽകി അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. കർഷകന്റെ നിലവിലുള്ള മറ്റ് ഒരു ഡീറ്റെയിൽസും ചേഞ്ച് ചെയ്യാൻ പാടില്ല. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കർഷകന്റെ ഡീറ്റെയിൽസ് സേവ് ആയി പുതിയ അക്കൗണ്ട് ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണിക്കുന്നതാണ്. സേവ് ആയ അക്കൗണ്ട് ഡീറ്റെയിൽസ് പരിശോധിച്ച് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ആവശ്യമെങ്കിൽ മാത്രം ഇതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. PRSലെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റഡ് ഡീറ്റെയിൽസ് വെച്ചുള്ള EPRS ജനറേറ്റ് ചെയ്യുന്നതിനായി ജനറേറ്റ് EPRS എന്ന ഐക്കൺ ഉപയോഗിച്ച് ഡിവൈസ് കോഡ്, സീരിയൽ നമ്പർ എന്നിവ നൽകി EPRS ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തതിനു ശേഷമുള്ള EPRS ആണ് ബാങ്കിന്റെ ഡോക്യുമെന്റേഷൻ പർപ്പസിനായി ഉപയോഗിക്കേണ്ടത്. EPRS സിസ്റ്റം ജനറേറ്റഡും QR കോഡ് സഹിതമുള്ളത് ആയതിനാലും മറ്റ് സീലോ സൈനോ ആവശ്യമില്ലാതെ തന്നെ ലോൺ പ്രോസസ്സിന് വേണ്ടി പരിഗണിക്കാവുന്നതാണ്. അഥവാ PRSന്റെ ഡിവൈസ് കോഡ്, സീരിയൽ നമ്പർ ലഭ്യമല്ലെങ്കിൽ supplyco-paddy പോർട്ടലിന്റെ പൊതുവിവരങ്ങളിൽ PRS സ്റ്റാറ്റസ് ഓർ ഫാമേഴ്സ് പേയ്മെന്റ് സ്റ്റാറ്റസ് എന്ന ഐക്കണിൽ രജിസ്ട്രേഷൻ നമ്പർ നൽകി PRS നമ്പർ കാണാവുന്നതാണ്. ഈ നമ്പറിലെ ഫസ്റ്റ് പാർട്ട് ഡിവൈസ് നമ്പറായും സെക്കൻഡ് പാർട്ട് സീരിയൽ നമ്പറുമായാണ് കൺസിഡർ ചെയ്യുന്നത്. കർഷകൻ PRSുമായി ബാങ്കിൽ വരുന്ന അവസരത്തിൽ ലോൺ ഓർ ഡയറക്റ്റ് മാർക്കിംഗ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കർഷകന്റെ രജിസ്ട്രേഷൻ നമ്പർ നൽകി ഷോ കൊടുക്കുക. പാഡി മാർക്കറ്റിംഗ് ഓഫീസർ വെരിഫൈ ചെയ്ത നിശ്ചിത തീയതിക്കുള്ളിൽ വരുന്ന PRSുകളാണ് ഈ ഓപ്ഷനിലൂടെ പേയ്മെന്റിനായി മാർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ബാങ്കിൽ ലോണിനുള്ള മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിനു ശേഷം മാത്രമായിരിക്കണം പേയ്മെന്റിനു വേണ്ടി ഈ ഓപ്ഷൻ ഉപയോഗിച്ച് PRS മാർക്ക് ചെയ്യേണ്ടത്. ഫാർമർ രജിസ്ട്രേഷൻ നമ്പർ നൽകിയപ്പോൾ കർഷകന്റെ ഒന്നിലധികം PRS ഡീറ്റെയിൽസ് കാണിക്കുകയാണെങ്കിൽ പോലും അതിൽ കർഷകൻ ബാങ്കിൽ സമർപ്പിച്ചിരിക്കുന്ന PRSകൾക്ക് മാത്രമേ ലോൺ മാർക്ക് ചെയ്യുവാൻ പാടുള്ളൂ. ഇങ്ങനെ കർഷകന്റെ ലോൺ മാർക്ക് ചെയ്യുവാനുള്ള PRS സെലക്ട് ചെയ്തതിനു ശേഷം താഴെ കാണുന്ന ഓതറൈസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ PRSകൾ പേയ്മെന്റിനായി ഓതറൈസ് ചെയ്യപ്പെടുകയാണ്. ഇതിനെയാണ് ലോൺ മാർക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. കൺഫർമേഷൻ മെസ്സേജിന് OK കൊടുക്കുന്ന പക്ഷം സെലക്ടഡ് PRS സക്സസ്ഫുള്ളി മാർക്ക്ഡ് ഫോർ ലോൺ പ്രോസസ്സിംഗ് എന്ന മെസ്സേജ് കാണിക്കുന്നതായിരിക്കും. ഇങ്ങനെ ബാങ്ക് മാർക്ക് ചെയ്തിരിക്കുന്ന PRSകൾക്കായിരിക്കും പാഡി പേയ്മെന്റ് ഓഫീസർ പേയ്മെന്റ് ഓർഡർ ജനറേറ്റ് ചെയ്യുന്നത്. ഇതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ PRS മാർക്കിംഗ് എന്നത് പേയ്മെന്റ് ഓർഡർ ജനറേഷന് മുന്നോടിയായി ചെയ്യുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ്. ഈ സമയം കർഷകന് പണം കൈമാറാൻ പാടുള്ളതല്ല. പേയ്മെന്റ് ഓർഡർ ലഭിച്ചതിനു ശേഷം മാത്രമേ കർഷകന് പണം നൽകുവാൻ പാടുള്ളൂ. പാഡി പേയ്മെന്റ് ഓഫീസർ മാർക്ക് ചെയ്ത PRSും എമൗണ്ടും പരിശോധിച്ചതിനു ശേഷം ആവശ്യമെങ്കിൽ തിരുത്തലുകൾ വരുത്തിയതിനു ശേഷമാണ് പേയ്മെന്റ് ഓർഡർ ജനറേറ്റ് ചെയ്യുന്നത്.
ഉദാഹരണത്തിന് PRS ലോൺ മാർക്ക് ചെയ്ത കർഷകന്റെ ഡീറ്റെയിൽസ് പരിശോധിച്ച് 5 ഏക്കറിൽ കൂടുതൽ നിലമുള്ളതാണെങ്കിൽ സ്റ്റേറ്റ് ഇൻസെന്റീവ് ബോണസ് കുറച്ച് 5 ഏക്കറിൽ നിജപ്പെടുത്തിയായിരിക്കും PPO പേയ്മെന്റ് ഓർഡർ ജനറേറ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും കാരണവശാൽ പേയ്മെന്റ് ഓർഡറിനായി മാർക്ക് ചെയ്ത PRS ക്യാൻസൽ ചെയ്യേണ്ട സാഹചര്യം വന്നാൽ അൺഡു PRS ലോൺ മാർക്കിംഗ് ഓപ്ഷൻ ഉപയോഗിച്ച് ഇത് ചെയ്യാവുന്നതാണ്. ഇതിനായി PRS നമ്പർ കൃത്യമായി ബുക്ക് നമ്പർ, സീരിയൽ നമ്പർ എന്ന നിലയിൽ നൽകി ഷോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന ഡീറ്റെയിൽസ് പരിശോധിച്ച് ക്യാൻസൽ ലോൺ മാർക്കിംഗ് ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. അപ്പോൾ പ്രസ്തുത PRS ലോൺ മാർക്കിംഗ് ക്യാൻസൽ സക്സസ്ഫുള്ളി എന്ന് മെസ്സേജ് വരുന്നതായിരിക്കും. ബാങ്ക് ഒരു ദിവസം മാർക്ക് ചെയ്യുന്ന PRSകൾക്കുള്ള പേയ്മെന്റ് ഓർഡറുകൾ സാധാരണ നിലയിൽ അടുത്ത ദിവസം 11 മണിയോടെ പാഡി പേയ്മെന്റ് ഓഫീസർ പരിശോധിച്ച് പേയ്മെന്റ് ഓർഡർ ജനറേറ്റ് ചെയ്യുന്നതാണ്. മാർക്ക് ചെയ്ത PRSകൾക്ക് പേയ്മെന്റ് ഓർഡർ ജനറേറ്റ് ആയോ ഇല്ലയോ എന്ന കാര്യം പേ ഓർഡർ വെയിറ്റിംഗ് ഫോർ ഡിസ്ബേഴ്സ്മെന്റ് എന്ന ഓപ്ഷനിലൂടെ ബാങ്കുകൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഇതിൽ ബാങ്ക് ബ്രാഞ്ച് വൈസായി ഡീറ്റെയിൽസ് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. വ്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ കർഷകന്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. ഇന്നലെ വരെ മാർക്ക് ചെയ്ത PRSകളിൽ ഏതെല്ലാം PRSകൾക്ക് കാശ് നൽകുവാനായി പേയ്മെന്റ് ഓർഡർ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന വിവരം ഈ റിപ്പോർട്ടിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഈ റിപ്പോർട്ടിൽ കാണുന്ന കർഷകന്റെ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ചാണ് കർഷകന്റെ ലോൺ ഡിസ്ബേഴ്സ്മെന്റ് ചെയ്യുന്നത്. MSB, SIB, ഹാൻഡ്ലിംഗ് ചാർജ് എന്നിവയുടെ ആകെ തുകയാണ് കർഷകന് ലോണായി നൽകേണ്ടത്. ഇനി പേയ്മെന്റ് ഓർഡർ ലഭിച്ച കർഷകന്റെ PRSന് എങ്ങനെയാണ് ലോൺ ഡിസ്ബേഴ്സ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി ബാങ്ക് ബ്രാഞ്ച് പാനലിലെ ലോൺ ഓർ ഡയറക്റ്റ് ഡിസ്ബേഴ്സ്മെന്റ് എന്ന ഐക്കൺ സെലക്ട് ചെയ്യുക. ഇതിൽ പേയ്മെന്റ് ഓർഡർ ജനറേറ്റ് ചെയ്ത കർഷകന്റെ രജിസ്ട്രേഷൻ നമ്പർ നൽകുക. ഷോ ക്ലിക്ക് ചെയ്യുക. ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കർഷകന്റെ ഡീറ്റെയിൽസിൽ ലോൺ മാർക്ക് ചെയ്ത PRS സെലക്ട് ചെയ്ത് ലിസ്റ്റ് പേ ഓർഡേഴ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രസ്തുത PRSന് MSB, SIB, ഹാൻഡ്ലിംഗ് ചാർജ് അങ്ങനെ ഓരോ ഹെഡിലും നൽകേണ്ട തുകയും അതിന്റെ ടോട്ടലും കൃത്യമായി ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ തുകയാണ് കർഷകന് ലോണായി നൽകേണ്ടത്. പണം നൽകുന്ന ദിവസം, ട്രാൻസാക്ഷൻ റെഫറൻസ് നമ്പർ, ലോൺ അക്കൗണ്ട് നമ്പർ ഉണ്ടെങ്കിൽ അതും കൂടെ കൊടുത്തു വേണം ഇത് സേവ് ചെയ്യുവാൻ. അഥവാ ലോൺ അക്കൗണ്ട് നമ്പർ ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ എന്ന് കൊടുത്ത് സേവ് ചെയ്യാവുന്നതാണ്. ഡിസ്ബേഴ്സ്മെന്റ് ഡേറ്റ്, ട്രാൻസാക്ഷൻ റെഫറൻസ് നമ്പർ എന്നിവ പിന്നീട് ലോൺ ട്രാക്കിങ്ങിന് ഉപയോഗിക്കുന്നതിനാൽ അവ കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണ്. അതിനുശേഷം വരുന്ന കൺഫർമേഷൻ മെസ്സേജ് ഓക്കെ നൽകിയാൽ നോക്ക് ഓഫ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ഫോർ സെലക്ടഡ് റെക്കോർഡ്സ് എന്ന മെസ്സേജ് കാണിക്കുന്നതായിരിക്കും. ഇതേ PRSന് വീണ്ടും ഡിസ്ബേഴ്സ്മെന്റ് ചെയ്യുവാൻ ശ്രമിച്ചാൽ ഡിസ്ബേഴ്സ്മെന്റ് ഡീറ്റെയിൽസ് ഓൾറെഡി എക്സിസ്റ്റ് എന്ന് കാണിക്കുന്നതായിരിക്കും. കർഷകന് ബാങ്ക് ലോൺ നൽകുന്ന അതേ ദിവസം തന്നെ സപ്ലൈകോ പോർട്ടലിൽ ഇതേപോലെ ഡേറ്റ് ആൻഡ് ട്രാൻസാക്ഷൻ റെഫറൻസ് നമ്പർ കൃത്യമായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഡിസ്ബേഴ്സ്മെന്റ് മാർക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റ് വരികയാണെങ്കിൽ അത് അൺഡു ചെയ്യാനായി പാഡി പേയ്മെന്റ് ഓഫീസറെ വിളിക്കേണ്ടതാണ്. ഡിസ്ബേഴ്സ്മെന്റ് ഡീറ്റെയിൽസ് സെൻട്രൽ ഗവൺമെന്റിന് അയക്കേണ്ടതിനാലും അതിൽ തെറ്റ് വരാൻ പാടില്ലാത്തതിനാലും ഡിസ്ബേഴ്സ്മെന്റ് മാർക്ക് ചെയ്തതിൽ എന്തെങ്കിലും തെറ്റ് വരികയാണെങ്കിൽ അന്ന് തന്നെ പാഡി പേയ്മെന്റ് ഓഫീസറെ വിളിച്ച് അത് തിരുത്തേണ്ടതാണ്. PRS ലോൺ നൽകുന്നതിനു വേണ്ടി മാർക്ക് ചെയ്യുന്നതും പേയ്മെന്റ് ഓർഡർ ജനറേറ്റ് ചെയ്ത PRSകൾക്ക് ലോൺ ഡിസ്ബേഴ്സ് ചെയ്യുന്നതുമാണ് ഇതുവരെ വിശദീകരിച്ചത്. ഇനി ഇതിനോടനുബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പരിശോധിക്കാം. ലോൺ ഓർ ഡയറക്റ്റ് മാർക്ക്ഡ് ലിസ്റ്റ്. ഒരു ബാങ്ക് ബ്രാഞ്ചിൽ എത്ര ലോൺ അപ്ലിക്കേഷൻസ് ലഭിച്ചു, എത്ര PRS ലോൺ മാർക്ക് ചെയ്തു എന്നറിയുവാനാണ് ഈ റിപ്പോർട്ട് ഉപയോഗിക്കുന്നത്. ബാങ്കുകൾക്ക് ബ്രാഞ്ച് വൈസ് റിപ്പോർട്ട് എടുക്കുവാൻ സാധിക്കുന്നതാണ്. വ്യൂവിൽ ക്ലിക്ക് ചെയ്താൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അടുത്തതായി ലോൺ ഓർ ഡയറക്റ്റ് മാർക്ക്ഡ് ബട്ട് പേ ഓർഡർ നോട്ട് ജനറേറ്റഡ്. ബാങ്ക് ലോൺ മാർക്ക് ചെയ്ത PRSൽ പേയ്മെന്റ് ഓർഡർ ജനറേറ്റ് ചെയ്യുവാൻ പെൻഡിംഗ് ഉള്ള PRSകൾ തിരിച്ചറിയുവാനും ആവശ്യമെങ്കിൽ ഇതിനായി പാഡി പേയ്മെന്റ് ഓഫീസറെ ബന്ധപ്പെടുവാനും ഉപകരിക്കുന്ന റിപ്പോർട്ടാണിത്.
പേയ്മെന്റ് ഡിസ്ബേഴ്സ്മെന്റ് സമ്മറി. ബാങ്ക് ഇതുവരെ കർഷകന് നൽകിയിട്ടുള്ള പേയ്മെന്റിന്റെ ഡീറ്റെയിൽസ് ഈ റിപ്പോർട്ടിൽ ലഭ്യമാണ്. ഇതും ബ്രാഞ്ച് വൈസ് ഡീറ്റെയിൽസ് ലഭ്യമാണ്. MSB, SIB, ഹാൻഡ്ലിംഗ് ചാർജ് എന്നിവയുടെ തുകയും അവയുടെ ടോട്ടലും ഇതിൽ കാണിക്കുന്നതായിരിക്കും. ഒരു PRSന്റെ സ്റ്റാറ്റസ് അറിയുന്നതിനായി ബാങ്ക് ബ്രാഞ്ച് ഐഡിയിൽ ലോഗിൻ ചെയ്യാതെ തന്നെ പോർട്ടലിലെ പബ്ലിക് പാനലിൽ ജനറൽ ഇൻഫർമേഷനിൽ ലഭിക്കുന്നതാണ്. PRS സ്റ്റാറ്റസ് ഓർ ഫാമേഴ്സ് പേയ്മെന്റ് സ്റ്റാറ്റസ് എന്ന ഐക്കണിൽ കർഷകന്റെ രജിസ്ട്രേഷൻ നമ്പർ നൽകി ഷോ കൊടുത്താൽ PRS ഡീറ്റെയിൽസ് അറിയുവാൻ സാധിക്കുന്നതാണ്. MSB, SIB, ഹാൻഡ്ലിംഗ് ചാർജ്, PRS മാർക്ക് ചെയ്ത ഡേറ്റ്, പേ ഓർഡർ ജനറേറ്റ് ചെയ്ത ഡേറ്റ്, ലോൺ നൽകിയ ഡേറ്റ്, റഫറൻസ് നമ്പർ എന്നിങ്ങനെ PRSനെ സംബന്ധിച്ച മുഴുവൻ ഡീറ്റെയിൽസും ഇതിൽ ലഭ്യമായിരിക്കും. ലോണിനായി കർഷകൻ ബാങ്കിൽ സമർപ്പിക്കുന്ന PRSകൾ രണ്ടു തരത്തിലാവാനാണ് സാധ്യതയുള്ളത്. PRS മെഷീനിൽ ജനറേറ്റ് ചെയ്ത് പ്രിന്റ് എടുത്ത വീതി കുറഞ്ഞ സ്ലിപ്പായിട്ടുള്ള PRSഉം ഈ PRS നഷ്ടപ്പെട്ടാൽ കർഷകന് A4 സൈസ് പേപ്പറിൽ പ്രിന്റ് എടുക്കുന്ന ഇലക്ട്രോണിക് PRSഉം. ഇതിൽ ഏത് PRS കർഷകൻ ബാങ്കിൽ സമർപ്പിച്ചാലും കർഷകന്റെ വിവരങ്ങൾ, ബാങ്ക് അക്കൗണ്ട് നമ്പർ തുടങ്ങിയവ ലഭ്യമായിരിക്കും. PRSന്റെ മുകളിൽ കാണിച്ചിരിക്കുന്ന ഡിവൈസ് നമ്പർ, സീരിയൽ നമ്പർ എന്നിവ യഥാക്രമം ഏത് നമ്പറിലുള്ള ഡിവൈസിൽ എത്രാമതായി അടിച്ച PRS ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫാർമർ രജിസ്ട്രേഷൻ നമ്പർ, ഫാർമർ നെയിം, സീസൺ, ഡിസ്ട്രിക്ട്, കൃഷിഭവൻ, PRS ക്വാണ്ടിറ്റി, ബാങ്ക്, ലോറി നമ്പർ എന്നിങ്ങനെ എല്ലാ ഡീറ്റെയിൽസും PRSൽ ലഭ്യമായിരിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഇതിനോടനുബന്ധിച്ച മറ്റ് വീഡിയോകൾ എളുപ്പത്തിൽ ലഭ്യമാകുവാൻ സഹായകമാകും. താങ്ക് യു.